നമസ്കാരം, രാജേഷ് ആലത്തൂരാണ്. ഞാനിപ്പോൾ വന്നത് ഒരു പ്രമുഖ വീഡിയോ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിൻ്റെ പ്രൈസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സ്വർണം വേണം, വലിയ ആൾക്കാർക്കും വേണം. പക്ഷെ വലിയ ആൾക്കാർക്ക് കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഗ്രാമം ഒരു പവനും ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ 10 ഗ്രാം 20 ഗ്രാം ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ഈ സ്വർണത്തിന് വില കൂടുന്നതിനുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് സ്വർണത്തിന് വില കൂടുന്നത് അല്ലേ? നിങ്ങൾ എടുക്കാണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്ത്രീധനം കൊടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്ന് പറയുന്നത് പോലെ ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ സ്വർണത്തിൻ്റെ പിന്നാലെ പോകാതെ ഞാനൊരു കാര്യം പറയണം. ഞാനൊരു കഴിഞ്ഞ സബോളയ്ക്ക് വില കൂടി കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് ഇട്ടു. ഈ സബോളയ്ക്ക് വില കൂടിയപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സബോള വാങ്ങാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചമ്മന്തി ആയിരിക്കും, നമ്മൾ ഒരു ദിവസം ചമ്മന്തി അരച്ചില്ല എന്ന് വെക്കൂ. എന്താ ഇപ്പോൾ വിഷയം വരാൻ പോകുന്നത്? ഉള്ളി ഇടാത്തൊരു കറി നമുക്ക് ഉണ്ടായിക്കൂടെ? നമ്മൾ എത്രയോ പച്ചമുളക് കഴിച്ചിട്ടും ഇല്ലേ, ചമ്മന്തി അരച്ചിട്ടും എങ്ങനെയൊക്കെയൊക്കെയോ നമ്മൾ കഞ്ഞി കുടിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. താള് ചീര കറികളൊക്കെ ഉണ്ടാക്കി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ഈ സബോളയ്ക്കൊക്കെ ഗണ്ടും പിടിച്ച് നിൽക്കുന്ന കാലഘട്ടത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു, സബോള കേരളത്തിലെ ഒരു മലയാളിയും വില കൂടിയത് കൊണ്ട് വാങ്ങാണ്ടിരിക്കുക. അപ്പോൾ എന്തായി? ആ കെട്ടിക്കിടക്കുന്ന മുഴുവൻ സബോളയും ചെയ്തു വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. കാരണം 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ഈ സബോള അളിയാൻ തുടങ്ങും. എന്നതുപോലെ നമുക്ക് മാർക്കറ്റിൽ പുതിയൊരു തന്ത്രം നമ്മൾ ഉപയോഗപ്പെടുത്തണം. സ്വർണത്തിന് നിങ്ങൾ ആക്രാന്തം മൂത്ത് സ്വർണം വാങ്ങുന്ന പരിപാടി അങ്ങോട്ട് നിർത്തുക. സ്ത്രീധനം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അതിന് പകരം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. സ്വർണത്തിൻ്റെ കച്ചവടം അവിടെ അങ്ങോട്ട് നിർത്തുക. അങ്ങനെ സ്വർണം അങ്ങോട്ട് വാങ്ങലും മലയാളികൾ അങ്ങോട്ട് നിർത്തിയാൽ ഒരു സംശയവും വേണ്ട, സ്വർണത്തിന് മാർക്കറ്റിൽ നമുക്ക് പഴയ ലെവലിൽ ഗ്രാമിന് 5000-നും 6000 രൂപയുടെ ബഡ്ജറ്റിലേക്ക് നമുക്ക് സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മലയാളികൾ തീരുമാനമെടുക്കണം. നിങ്ങളുടെ സ്വർണത്തിനോടുള്ള ആ ഒരു പ്രവണത, അതായത് ഒരു ആകർഷണത, അല്ലെങ്കിൽ അത് നിർത്തുക. നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്ന് കുറച്ച് കാലത്തേക്ക് ഒരു 2 വർഷം നമുക്ക് സ്വർണ്ണം എടുത്തില്ല എന്നങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ എന്താ നോക്കുക? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകുകയും അത് നല്ല രീതിയിൽ ഈ സ്വർണം കെട്ടിക്കിടക്കുന്നത് ഓരോ കടക്കാർക്കും ലാഭമില്ലാണ്ടാവുകയും ആ ലാഭമില്ലാണ്ടാകുന്നതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സ്വർണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് ലാഭമില്ല എന്നും ഇത്രയും ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നും ഈ ബിസിനസ്സുകാർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം വേൾഡ് ലെവലും കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇത് ബിസിനസ് പരമായിട്ട് ചലനം ഇല്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണത്തിന് പ്രൈസ് ഇടിയും. ആ പ്രൈസ് ഇടിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ 5000 രൂപ ഗ്രാം റേറ്റിലേക്ക് പോകും. ആ 5000 രൂപ ഗ്രാം റേറ്റിൽ പോകുമ്പോൾ നമ്മൾ സാധാരണക്കാർക്കും 1 ഗ്രാം സ്വർണം വാങ്ങാം, എല്ലാവർക്കും ഓരോ ഗ്രാമും 5 ഗ്രാം സ്വർണ്ണങ്ങൾ വാങ്ങാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാപ്പ്, ഞാനൊരു 2 വർഷത്തിന് സ്വർണം ഒരാളും വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്ത് നോക്കൂ. നമുക്ക് സ്വർണ്ണവില വീണ്ടും പഴയ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. രാജേഷ് ആലത്തൂർ. താങ്ക് യു സോ മച്ച്.